കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന് പിന്നിൽ SFI പ്രവർത്തകരെന്ന് MSFന്റെ ആരോപണം. രാഹുൽ രാജ് SFI നഴ്സിംഗ് സംഘടനയായ KGSNA-യുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അധാർമികതയുടെ ആൾക്കൂട്ടമായി SFI മാറിയെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി വിപിൻ സി വിജയനുണ്ട് മലപ്പുറത്ത്. വിപിൻ, എങ്ങനെയാണ് കൂടുതൽ ആരോപണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? PK നവാസ് എന്തെല്ലാമാണ് പറയുന്നത്? മേഘ്ന, കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. ഇതിന് തൊട്ടു പിറകെയാണ് ഇപ്പോൾ MSF SFIക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. SFIയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് ഈ ഒരു അക്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK നവാസ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. SFIയുടെ നഴ്സിംഗ് സംഘടനയായ KGSNA-യുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് രാഹുൽ രാജ്. രാഹുൽ രാജിന്റെ വീട് മലപ്പുറം വണ്ടൂരിലാണ്. വണ്ടൂരിലെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹി കൂടിയാണ്, SFIയുടെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹി കൂടിയാണ് രാഹുൽ രാജ്. ഇത്തരത്തിൽ അധാർമികതയുടെ ഒരു ആൾക്കൂട്ടമായി SFI മാറി എന്ന് PK നവാസ് ആരോപിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതികളെ സംഘടനയിൽ നിന്ന് എത്രയും വേഗം പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നമുക്കറിയുന്ന പോലെ സിദ്ധാർത്ഥിന്റെ മരണമുണ്ട്. മരണത്തിൽ മാതൃകാപരമായ ശിക്ഷ വാങ്ങി നൽകാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്നുള്ളതുമാണ് ഇപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി സംഘടന കൂടിയായിട്ടുള്ള MSFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ. ശരി, വിവരങ്ങളാണ് വിപിൻ സി വിജയൻ നൽകിയത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ വഹിക്കേണ്ട പങ്ക് അത് വളരെ വലുതാണ്. പക്ഷെ അത് ഈ രീതിയിലേക്കാണെങ്കിൽ അത് ഗുണം ചെയ്യില്ല. വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഞാൻ പറയുന്നു, രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ സംഘടനകളും ഈ പ്രതികളെ തള്ളിപ്പറയുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഈ FB പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതെ, അതൊരു ആരോപണമാണ്. അതിൽ അന്വേഷണം നടക്കട്ടെ. ഏത് സംഘടനയാണെങ്കിലും ഇങ്ങനെയുള്ളവരെ ഉടൻ തന്നെ പുറത്താക്കണം എന്നുള്ളതാണ്, അല്ലേ?